എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിന്റെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്ക്ലി? ആൻസർ സി ആണ്. ആഡ്വർബ് ആണ്. ക്വിക്ക്ലി എന്ന് പറഞ്ഞ ആഡ്വർബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിങ്സ്. നെസസറി എന്നുള്ളതിന് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്സ് ഏതൊക്കെയാണെന്ന്. ആൻസർ ബി ആണ്. 2ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെസസറിയുടെ സ്പെല്ലിംഗ് ശരിക്കും എന്താണ്? NECESSARY. അതാണ് ശരിയായിട്ടുള്ള സ്പെല്ലിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ്. ആൻസർ ഏതാ വരിക? സി എന്നുള്ളതാണ്. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെന്റ്. അതാണ് ഇൻകറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 5 ക്വസ്റ്റ്യനോളം അവർ ഒഴിവാക്കിയിട്ടുണ്ട്. 75 നോക്കാം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ്. ഏതാണത്? ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് their own laptop. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 77. സെലക്ട് ദ സെന്റൻസസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. ഐ എന്നുള്ളത് ക്യാപിറ്റൽ എഴുതണം അല്ലേ? ആമിന് എ ക്യാപിറ്റൽ എഴുതണോ? വേണ്ട. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യും? നമ്മൾ പരിഭ്രമം കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. കാരണം നമുക്ക് ടെൻഷൻ ആണല്ലോ. പലർക്കും ടെൻഷൻ ആയിട്ടാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ റോങ് ആവണത്. കാരണം ഇത്രയും ഇപ്പൊ ഒരു 85ഓളം പേപ്പർ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത്രയും പേപ്പർ ചെയ്തിട്ടും കുറെ പേർക്കെങ്കിലും നമുക്ക് കുറെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടാത്തതുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് എത്രയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുമോ അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 78ന്റെയും 79നും അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് എ ജെറൻഡ്. ആൻസർ ബി ആണ്. ഷീ എൻജോയ്സ് സ്വിമ്മിംഗ് ഇൻ ദ ഓഷ്യൻ. Next question, what is the term for the excessive use of words? എന്താണ് പറയാ? Verbosity. Next question, choose the correct option for the reported speech. Direct speech എന്താണ്? I won't be able to attend the meeting, she said. Answer D ആണ്. She said she wouldn't be able to attend the meeting. Next question നോക്കാം. Identify the sentence with the correct usage of masculine and feminine gender. എന്താ ആൻസർ? സി എന്നുള്ളതാണ്. The stallion is recognized for his strength. Next question ഒഴിവാക്കിയതാണ്. Next question, which sentence uses correct comparative degree? കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുക. അതായത് എങ്ങനെയാണ്? ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം. മറ്റുള്ളവരെ കമ്പയർ ചെയ്യാണ്. ഫാസ്റ്റർ ആണ് മറ്റുള്ളവരുടെ എന്നും അല്ലെ? അവരിനെക്കാട്ടും ഫാസ്റ്റർ ആണ് എന്നുള്ളതാണ് ഫാസ്റ്റർ ദാൻ ഹിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what does the idiom to spill the beans mean? ആൻസർ ബി ആണ്. to reveal a secret. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഇനിയും കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റും നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്കുള്ള ഊർജം. അപ്പോഴാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ദ verb. ആൻസർ ബി ആണ്. The child fell asleep during the movie. Next question,
റെബേക്ക റെയർലി ഈറ്റ്സ് സ്വീറ്റ്സ്. എങ്ങനെയാണ് അതിന്റെ ടാഗ് ഉണ്ടാക്കുക? റെയർലി എന്ന് പറഞ്ഞ വിരളമായി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എങ്ങനെയാണ് ടാഗ് ഉണ്ടാക്കുക? ഡസ് ഷീ. റെയർലി എന്നൊക്കെ പറഞ്ഞാൽ അത് നെഗറ്റീവ് സെന്റൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടാഗ് വരുമ്പോൾ പോസിറ്റീവായി വരണം. Next question. What term describes the deliberate and systematic extermination of a national, racial, political or cultural group? Answer B ആണ് genocide. Next question. Choose a suitable synonym for the following option for the word given. Meticulous. Synonym എന്ന് പറഞ്ഞ അർത്ഥം, മീനിങ്. അതെന്താണ്? മെറ്റിക്കുലസ് പറഞ്ഞ കെയർഫുൾ. നെക്സ്റ്റ് മലയാളമാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. വിദ്യുത് ശക്തി. എങ്ങനെയാണ് എഴുതുക? വിദ്യുത് ശക്തി എന്നാണ് എഴുതുക. ചാണ്. ശരിയായ വാക്യം കണ്ടെത്തുക. ഇതിലേതാണ് ശരിയായ വാക്യം? 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏതാണ്? എനിക്ക് തലവേദനയുണ്ട്. എങ്ങനെയാണ് പറയാ? I am suffering from headache. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറിയാനുള്ള ആഗ്രഹം. ഒറ്റപ്പദം ഏതാണ്? അറിയാനുള്ള ആഗ്രഹത്തിന് എന്താ പറയാ? ജിജ്ഞാസ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. പക്ഷിക്കൂടിന്റെ പര്യായം എന്താ എഴുതുക? നീടം. നീടം പക്ഷിക്കൂട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേർത്തെഴുതുക. വാക്കു പ്ലസ് വാദം. എങ്ങനെയാ പറയാ? വാഗ്വാദം. എങ്ങനെയാണ് എഴുതുക? സി എന്നുള്ളതാണ്. വാഗ്വാദം. വാക്കു പ്ലസ് വാദം, വാഗ്വാദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമരം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? അമരം വിപരീതം എന്താ വരിക? അണിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ ചേർത്ത് ഇരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. അധികമായാൽ അമൃതും വിഷം എന്നുള്ളത് പഴഞ്ചൊല്ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയുത്തരം തിരഞ്ഞെടുക്കുക. താവഴി. എങ്ങനെയാണ് പിരിച്ചെഴുതുക? താവഴി പിരിച്ചെഴുതുമ്പോ തായ് പ്ലസ് വഴി, താവഴി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. പെങ്ങൾ എന്ന വാക്ക് ഏകവചനമാണ് അല്ലെ? ഒരാളെ പറയണതാണ് പെങ്ങൾ എന്ന്. അപ്പോ ഏകവചനം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസിനായി കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.